ഹരേ കൃഷ്ണ. ദേവധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസാര ചക്രത്തിൽ ഒരു ഉത്തമ ഭക്തൻ. കഥ കേൾക്കാം. ഒരു നാൾ ശ്രീ നാരദ മഹർഷി ശ്രീ വൈകുണ്ഠനാഥനെ കാണാൻ പോയപ്പോൾ ഭഗവാൻ നിദ്രയിലാണ്ടിരിക്കുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന ലക്ഷ്മി ദേവിയോട് ഭഗവാൻ ഉറക്കത്തിലായതിനാൽ താൻ പിന്നീട് വരാമെന്നും പറഞ്ഞ് നാരദർ തിരികെ പോകാൻ തുടങ്ങവേ ദേവി ഭഗവാനോട് അങ്ങയുടെ ഭക്തൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നാരദനാണോ എന്ന് ഭഗവാൻ അല്പം നീരസത്തോടെ ദേവിയോട് ചോദിച്ചു. ഇതു കേട്ട മഹർഷി ഭഗവാനോട് ചോദിച്ചു, അങ്ങയുടെ ഉത്തമനായ ഭക്തനല്ലേ ഞാൻ? ആ ചോദ്യത്തിന് ഉത്തരമായി ഭഗവാൻ പറഞ്ഞു, ഭഗവത് മന്ത്രങ്ങൾ പല പ്രാവശ്യം ഉരുവിട്ടതുകൊണ്ട് മാത്രം ഉത്തമ ഭക്തനാകില്ല. ഭൂലോകത്ത് തന്നെക്കാൾ പരമഭക്തനായ ഒരുവനുണ്ട്. ഇതു കേട്ട് മഹർഷി ആ ഭക്തനെ ഒന്ന് കാണണമെന്ന ചിന്തയിൽ ഭൂമിയിലേക്ക് വന്നു. ചക്രത്തിന്റെ സഹായത്താൽ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കുശവനായിരുന്നു ആ ഭക്തൻ. അദ്ദേഹം ദിവസവും പ്രഭാതത്തിൽ ഉണരുമ്പോഴും മൺപാത്രങ്ങൾ ഉണ്ടാക്കുമ്പോഴും രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴും നിറഞ്ഞ ശുദ്ധ മനസ്സോടെ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് തൻ്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു ദിവസം 2 നേരം മാത്രം നാരായണനെ ഭജിക്കുന്ന ഭക്തനാണോ വലിയ ഭക്തൻ എന്ന് അത്ഭുതപ്പെട്ട് മഹർഷി വൈകുണ്ഠനാഥന്റെ സമീപത്തെത്തി. മഹർഷി തന്നെ പുകഴ്ത്തി പറയാനും തുടങ്ങി. ഭഗവാൻ അപ്പോൾ മഹർഷിയെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഭഗവാൻ മഹർഷിയോട് പറഞ്ഞു, ഒരു കിണ്ണത്തിൽ നിറയെ എണ്ണ നിറച്ചതിനു ശേഷം അതിൽ നിന്നും ഒരു തുള്ളി പോലും പുറത്തു വീഴാതെ 3 ലോകവും ചുറ്റി വരൂ. മഹർഷി അപ്രകാരം തന്നെ എണ്ണക്കിണ്ണവുമായി 3 ലോകവും ചുറ്റാൻ പോയി. തുടക്കത്തിൽ ഭഗവാനെ ചിന്തിച്ചാണ് യാത്ര തുടങ്ങിയതെങ്കിലും കിണ്ണത്തിലുള്ള എണ്ണ ഒരു തുള്ളി പോലും പുറത്തു പോകാതെ കിണ്ണത്തിലെ എണ്ണ മാത്രം ശ്രദ്ധിച്ചതിനാൽ നാരായണനെ ഓർത്ത് മന്ത്രമുരുവിടാൻ മറന്നുപോയി. തിരികെ എത്തിയ മഹർഷിയോടായി ഭഗവാൻ പറഞ്ഞു, താൻ സമർത്ഥൻ തന്നെ, അല്പം പോലും എണ്ണ നിലത്ത് വീഴാതെ എത്തിയിരിക്കുന്നു. എന്നാൽ എണ്ണ കിണ്ണത്തിൽ നിന്നും താഴേക്ക് വീഴാതെ ശ്രദ്ധിച്ച് ത്രിലോകവും ചുറ്റിയ അങ്ങ് എന്നെ മറന്നിരിക്കുമല്ലോ. ഇതു കേട്ട് മഹർഷി തല കുമ്പിട്ട് നിന്നു. കാരണം എണ്ണക്കിണ്ണം തുളുമ്പാതെ ശ്രദ്ധിച്ചതിനാൽ പതിവ് പോലുള്ള നാരായണ മന്ത്രം ഉരുവിടാൻ മറന്നുപോയി. ഭഗവാൻ പറഞ്ഞു, ചെറിയ ഒരു ജോലി ചെയ്തപ്പോൾ പോലും മഹർഷിക്ക് എന്നെ ഓർക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മൺപാത്രം നിർമ്മിക്കുന്ന കുശവൻ എല്ലാ ദിവസവും തൻ്റെ ജോലിയിൽ പൂർണ്ണമായും ശ്രദ്ധിക്കുമ്പോഴും പ്രഭാതത്തിലും പ്രദോഷത്തിലും എന്നെ മറക്കാതെ ശ്രദ്ധയോടെ ധ്യാനിക്കുന്നുണ്ടല്ലോ. ആയതിനാൽ ആ വ്യക്തിയല്ലേ എൻ്റെ ഏറ്റവും പരമഭക്തൻ. ഇതു കേട്ടപ്പോൾ നാരദ മഹർഷിക്ക് അത് സമ്മതിക്കേണ്ടിയും വന്നു. അങ്ങനെ താനാണ് ഉത്തമ ഭക്തനെന്ന നാരദ മഹർഷിയുടെ അഹങ്കാരവും മാറിക്കിട്ടി. നന്ദി. മറ്റൊരു കഥയുമായി അടുത്ത ദിവസം കാണാം. ഹരേ കൃഷ്ണ.